ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.2-ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഇഫ് ടാൻ a plus b ഈക്വൽ ടു √3 ആൻഡ് ടാൻ a minus b is equal to 1/√3. 0 degree less than a plus b less than or equal to 90 degree, a greater than b, find a and b. അതായത് ടാൻ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ആംഗിൾ ആണ്. ആ ആംഗിൾ എന്ന് പറയുന്നത് രണ്ട് ആംഗിൾ ആണ്. എ എന്ന് പറയുന്ന ഒരു ആംഗിൾ, ബി എന്ന് പറയുന്ന വേറൊരു ആംഗിൾ. ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്ത് കിട്ടുന്ന ടാൻ റേഷ്യോ എന്ന് പറയുന്നത് √3 ആണ്. ആൻഡ് ആ രണ്ട് ആംഗിളും മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസറിന്റെ ആ ആംഗിളിന്റെ ടാൻ റേഷ്യോ എന്ന് പറയുന്നത് 1/√3 ആണ്. ഈ എ പ്ലസ് ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിക്കും 0 ഡിഗ്രിക്കും ഇടയിലാണ്. 0 ഡിഗ്രിയും കാട്ടി മുകളിലാണ് എ പ്ലസ് ബി, അതായത് 1 ഡിഗ്രി ടു 89 ഡിഗ്രി ഓർ 90 ഡിഗ്രി വരെ. കാരണം ഈക്വൽ കിടക്കണമുണ്ട്. ഒന്നുകിൽ ഇത് രണ്ടും കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടും, അല്ലെങ്കിൽ 90 ഡിഗ്രിക്ക് താഴെ, ലെസ് ദാൻ, താഴെയാണ് എ പ്ലസ് ബി, അതായത് 89 ഡിഗ്രി വരെ. 1 ഡിഗ്രി ടു 89 ഡിഗ്രി ഓർ 90 ഡിഗ്രി വരെ. പിന്നെ ഈ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ബി ആംഗിളിനെ കാട്ടി വലുതാണ് എ ആംഗിൾ. എ എന്ന് പറയുന്ന ആംഗിൾ ഗ്രേറ്റർ ആണ്, ബി എന്ന് പറയുന്ന ആംഗിളിനെ കാട്ടി വലുതാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ആംഗിളും ബി എന്ന് പറയുന്ന ആംഗിളും കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ പറയണം. നമുക്ക് എഴുതാം. ഈ ഫസ്റ്റ് എടുത്ത് എഴുതാം. ടാൻ എ പ്ലസ് ബി ഇസിക്കൽ ടു √3 എന്ന് പറയുന്നു. ഓക്കെ, ഈ √3 വരുന്ന റേഷ്യോ ഏതാണ്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയിലുള്ള ട്രയാങ്കിളിലാണ് ഈ √3 എന്ന് പറയുന്ന റേഷ്യോ വരുന്നത്. അപ്പൊ നമുക്ക് അത് ആദ്യം കണ്ടുപിടിക്കാം. 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. 30യുടേത് 1 ആണ്, 60യുടേത് √3 ആണ്, 90യുടേത് 2 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. 90, 60, 30. 30യുടേത് 1 ആയതുകൊണ്ട് നമുക്ക് 30യുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം അതിന്റെ റേഷ്യോ. 60യുടെ √3 ആയതുകൊണ്ട് 60യുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം √3. 90യുടേത് 2 ആയതുകൊണ്ട് 90യുടെ നേരെ ഓപ്പോസിറ്റിലായിരിക്കണം 2. ഇപ്പൊ നമുക്ക് ഇവിടെ കിടക്കുന്നത് എന്താണ്? √3 ആണ്. √3 കിട്ടണമെങ്കിൽ ഇവിടെയാണ് √3 കിട്ടുന്നത്. അത് 30യുടെ അഡ്ജസന്റ് സൈഡിലാണ് √3, 60യുടെ ഓപ്പോസിറ്റ് സൈഡാണ് √3. അപ്പൊ രണ്ട് പേരുടെ 30യുടെയും 60ന്റെ റേഷ്യോയില് √3 വരും. നമുക്ക് 60യുടെ ഓപ്പോസിറ്റ് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ടാൻ 60 എടുത്ത് നോക്കാം. ടാൻ 60 ഡിഗ്രി ഇസിക്കൽ ടാന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ? അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് എന്താണ്? √3 ബൈ 60യുടെ അഡ്ജസന്റ് സൈഡ്. ഈ 60യുടെ അഡ്ജസന്റ് സൈഡ് എന്താണ്? 1. √3/1 എന്ന് കിട്ടി. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ ഈസ് ദാറ്റ് നമ്പർ അല്ലെ? ആ നമ്പർ തന്നെയാണ് ആൻസർ. ഏതൊരു നമ്പറിനെ 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പർ തന്നെയാണ് ആൻസർ. അപ്പൊ ടാൻ 60യുടെ വാല്യൂ ആണ് √3. അപ്പൊ √3 വരണമെങ്കിൽ ഈ എ പ്ലസ് ബി എന്തായിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. ടാൻ 60യുടെ ആൻസർ ആണ് √3. അപ്പൊ അവർ തന്നിരിക്കുന്ന √3 എന്നൊരു ക്ലൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്തായിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ therefore എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? 60 ഡിഗ്രി. അത് ഇക്വേഷൻ 1 എന്ന് എടുക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയാണ്. ടാൻ എ മൈനസ് ബി ഇസിക്കൽ ടു 1/√3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1/√3. ഇവിടെയും √3 ആണ് വരുന്നത്. എന്തായാലും ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ടാൻ 30 എടുത്ത് നോക്കാം. ടാൻ 30 ഡിഗ്രി ഇസിക്കൽ ടു, ടാന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ടാൻ ആരുടെ ഓപ്പോസിറ്റ് എടുക്കണം? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കണം. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് എന്ന് പറയുന്നത് √3 ആണ്. എന്തുകൊണ്ട്? ടാന്റെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് ആണ്. അപ്പൊ 30യുടെ ഓപ്പോസിറ്റ് 1, 30യുടെ അഡ്ജസന്റ് √3. അപ്പൊ 1/√3 എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എ മൈനസ് ബി ഇസിക്കൽ ടു 1/√3. അപ്പൊ ഈ എ മൈനസ് ബി ആരായിരിക്കണം? 30 ആയിരിക്കണം. എങ്കിലല്ലേ 1/√3 എന്നുള്ള ആൻസർ കിട്ടുള്ളൂ. നമുക്കിവിടെ 30 ഡിഗ്രിക്കാണ് 1/√3 കിട്ടിയത്. സോ എ മൈനസ് ബി ഈസ് ദ 30 ഡിഗ്രി. therefore എ മൈനസ് ബി ആണ് 30 ഡിഗ്രി. അത് ഇക്വേഷൻ 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 കിട്ടി, ഇക്വേഷൻ 2 കിട്ടി. ഇവിടെ ഒരു പ്ലസ് ബി ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ബി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ
രണ്ട് വേരിയബിളിന്റെ ആൻസർ ആണ് 16ഉം 13ഉം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലുള്ള ഒരു വേരിയബിളിനെ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ വന്നിട്ട് എന്താണ്, പ്ലസ് ബി ഉണ്ട് മൈനസ് ബി ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷനെയും ഈ ഇക്വേഷനെയും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ആയി പോകും. അപ്പൊ ഒരു വേരിയബിൾ മാത്രം നമുക്ക് കിട്ടും. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആഡിങ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂട്ടുക, ആഡ് ചെയ്യുക. എ പ്ലസ് ബി സികൾ 16 ആണ് ഇക്വേഷൻ 1. എ പ്ലസ് ബി ഇസിക്കൽ ടു 60 ഡിഗ്രി. പിന്നെ ഇക്വേഷൻ 2 ആരാണ്, എ മൈനസ് ബി ഇസിക്കൽ ടു 30 ഡിഗ്രി. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാൻ പറയുകയാണ്, ആഡ് ചെയ്യാൻ പറയാണ്. അപ്പൊ എയും എയും കൂട്ടുക. എ പ്ലസ് എ എന്ന് വെച്ചാൽ എന്താണ്, 2a അല്ലെ. എത്ര എ ഉണ്ട്, 2a ഉണ്ട്. അപ്പൊ 2a, എ പ്ലസ് എ ഇസിക്കൽ ടു 2a. ബി മൈനസ് ബി, ബിയിൽ നിന്ന് ബി മൈനസ് ചെയ്ത ആൻസർ എത്രയാണ്, 0. അപ്പൊ പ്ലസ് 0, ഇത് 0 ആയി. ഇസിക്കൽ ടു 16 പ്ലസ് 30 90 ഡിഗ്രി. ഓക്കെ, കണ്ടോ. അപ്പൊ ഇവിടെ ഒരു വേരിയബിൾ മാത്രമേ കിട്ടിയുള്ളൂ, മറ്റേ വേരിയബിൾ 0 ആയിപ്പോയി. അങ്ങനെ 0 ആക്കാനാണ് നമ്മൾ ആഡ് ചെയ്ത് നോക്കണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 0 ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം, ഏതെങ്കിലും ഒരു വേരിയബിൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഈ രണ്ട് വേരിയബിളും 0 ആയിക്കോളും. അതുകൊണ്ടാണ് ആഡ് ചെയ്തത്. ക്ലിയർ ആയല്ലോ. അപ്പൊ 2a വാല്യൂ 90 ആണ്. 2a വാല്യൂ 2a പ്ലസ് 0 എന്ന് വെച്ചാൽ 2a ആണ്. അപ്പൊ 2a ഇസിക്കൽ ടു 90 ഡിഗ്രി. നമുക്ക് ഇതിൽ നിന്ന് എ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്ന ആംഗിൾ അറിയണമെങ്കിൽ 2 എന്ത് ചെയ്യണം, അപ്പുറത്തേക്ക് പോകണം അല്ലെ, ഈക്വലിന്റെ ഇപ്പുറത്ത് പോകണം. അപ്പൊ 2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും അല്ലെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 ഇൻറ്റു എ എന്നാണ്. അപ്പൊ ഇൻറ്റു ഫോമിൽ കിടക്കുന്ന ഈ 2 ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. അപ്പൊ 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2, 90നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ആംഗിൾ എ എത്രയെന്ന് കിട്ടി, 45 ഡിഗ്രി. ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി നമുക്ക് ബി ആംഗിൾ കണ്ടുപിടിക്കണം. എ ആംഗിൾ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. എ പ്ലസ് ബി ഇസിക്കൽ ടു 16 ഉണ്ട്, എ മൈനസ് ബി ഇസിക്കൽ ടു 13 ഉണ്ട്. ഈ ഇക്വേഷനിലോ എയുടെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ബി എന്ന് പറയുന്ന ബി ആംഗിളിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഇതെടുത്ത് ഈ ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഇക്വേഷൻ 1ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണ. അപ്പൊ നമുക്ക് എഴുതാം, substituting the value of angle A in equation 1. ഇക്വേഷൻ 1ല് ആംഗിൾ എക്ക് എയുടെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇക്വേഷൻ എന്താണ്, എ പ്ലസ് ബി ഇസിക്കൽ ടു 16 ആണ് ഇക്വേഷൻ 1. വിച്ച് ഇംപ്ലൈസ് ഈ എയുടെ അവിടെ എന്ത് ഇട്ട് കൊടുക്കണം, എയുടെ വാല്യൂ വന്ന് 45. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ഇടണം, 45 ഡിഗ്രി, പിന്നെ എന്തുണ്ട്, പ്ലസ് ബി ഇസിക്കൽ ടു 60 ഡിഗ്രി. ഈ 45 ഡിഗ്രി ഈക്വൽ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, നെഗറ്റീവ് ആവും അല്ലെ. ഇത് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ്. അപ്പൊ ഇവിടെ ആരേ ഉള്ളൂ, ബി ഇസിക്കൽ ടു, ഈ ബി ഇസിക്കൽ ടു പിന്നെ ആരുണ്ട്, 60 ഡിഗ്രി. പിന്നെന്താണ്, 45 ഡിഗ്രി ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, മൈനസ് 45 ഡിഗ്രി ആവും, കാരണം ഇവിടെ പ്ലസ് ആണ്. അപ്പൊ 60 നിന്ന് 45 ഡിഗ്രി പോയ ബാക്കി എത്രയാണ്, ബി ഇസിക്കൽ ടു 15 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ബി ആംഗിളും കിട്ടി, എ ആംഗിളും കിട്ടി. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ബി എം കാട്ടി വലുതാണ് എ. ശരിയാണല്ലോ, ബി വന്നിട്ട് 50 കാട്ടി വലുതാണ് 45 ഡിഗ്രി. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി 15ഉം 45ഉം ആഡ് ചെയ്ത ആൻസർ എത്ര കിട്ടും, 16 കിട്ടും അല്ലെ. 15 പ്ലസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16 ഡിഗ്രിയാണ്. അപ്പൊ എ പ്ലസ് ബി 15 പ്ലസ് 45 ഡിഗ്രി ഈക്വൽ ടു 60. 60 ഈസ് ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി അല്ലെ. 90 ഡിഗ്രിക്കും 0 ഡിഗ്രിക്കും ഇടയിൽ തന്നെയാണ് ഇത് രണ്ടും ആഡ് ചെയ്താലുള്ളത് കിട്ടുന്നത്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫൈനലി എന്തെന്ന് പറയാം, ആംഗിൾ എയും ആംഗിൾ ബിയും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. therefore ആംഗിൾ എ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആൻഡ് ആംഗിൾ ബി ആണെന്നിട്ട് 15 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് റേഷ്യോകൾ തരും, √3 1/√3 പോലുള്ള റേഷ്യോ തരും. അത് വന്നിട്ട് √3 ആണെങ്കിൽ ഈ റേഷ്യോ ആണ് എടുക്കേണ്ടത്, 30:60:90 ആണ് എടുക്കേണ്ടത്. √2 ഒക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി എടുക്കണം. അത് വെച്ച് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്,
30 ടാൻ √3 വരുന്നെങ്കിൽ ടാൻ ഏത് ആംഗിളിലാണ് √3 വരുന്നത് എന്നുള്ളത് ആ ടേബിൾ നോക്കി കണ്ടുപിടിക്കാം. ടേബിൾ മറന്നുപോയവർക്ക് ഇതുപോലെ വരച്ച് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ആ √3 വരുന്നത് ഏത് ആംഗിളിലാണ്, 1/√3 വരുന്നത് ഏത് ആംഗിളിലാണെന്നുള്ളത് ജസ്റ്റ് ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് എയും ബിയും കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഒരുപാട് വട്ടം ബോർഡ് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്ത നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. താങ്ക് യു.